അല്ലാഹു പറയാ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ പടച്ചറപ്പിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പശ്ചാത്തപിച്ച ഈ പതിരാ സമയത്തന്നെ കേൾക്കാൻ ഈ ചേലക്കരയിലെത്തിയ ഓരോ ആണിനോട് പെണ്ണിനോട് ഞാൻ പറയാ ജീവിതത്തിൽ ഇതേവരെ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇതേവരെ നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതേവരെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ വ്യഭിചരിക്കുന്നവരാണോ? ഇപ്പോഴും നിങ്ങൾ മദ്യപിക്കുന്നവരാണോ? ഇപ്പോഴും നിങ്ങൾ പലിശ വാങ്ങുന്നവരാണോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അന്യ പുരുഷനുമായി ബന്ധം സ്ഥാപിക്കുന്നവളാണോ നീ? വല്ലാഹി ഞാൻ പറയുന്നില്ല, നീ നാളെ നരകത്തിലാണെന്നല്ല ഈ സദസ്സിൽ ഞാൻ പറയാ. നീ നരകത്തിലാണെന്നല്ല, നീ നരകത്തിന്റെ തേളുകൾ നിന്നെ കൊത്തിപ്പറിക്കുമെന്നല്ല. പൊന്നുമോളെ, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ കാരുണ്യം വിശാലമാമോളെ. ഇതേവരെ നീ വ്യഭിചരിച്ചവളോ? ഇതേവരെ കള്ളു കുടിച്ചവനാ? പക്ഷെ ഈ സമയത്ത് ഈ സദസ്സിലിരുന്നിട്ട് അല്ലാഹുവേ അല്ലാഹുവേ നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി റബ്ബേ. ഈ നിമിഷം ഞാൻ എന്റെ ജീവിതത്തിന് അധപ്പതനത്തിനോടും അനാശാസ്യത്തിനോടും അശ്ലീലത്തിനോടും വിട പറയാ. ഞാൻ നിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്യുകയാണെന്ന് ഈ സമയത്ത് നിന്റെ മനസ്സിലൊരു മാനസാന്തരമുണ്ടാവും. അടുത്ത സമയം നീ മരിച്ചു പെടഞ്ഞിട്ട് ഈ മണ്ണിലോട്ട് വീണാ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ഉറപ്പാ. എപ്പോഴും പലരും പലരും പറയുന്നത് കള്ളു കുടിക്കുന്നവൻ നരകത്തിലാ. അത് പരമാർത്ഥമാണെന്നിരിക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സമയത്തൊന്ന് പടച്ചറപ്പിനെ ഓർമ്മ വന്നാൽ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർമ്മ വന്നാൽ, 100 പേരെ കൊന്നവനും മാപ്പ് കൊടുത്തവനല്ലോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സ് വയത് പറയാൻ അത്ര പറ്റിയ സദസ്സല്ല. ഹബീബായ നബി തങ്ങളുടെ പേരൊരു സ്വലാത്ത് ചൊല്ലാൻ പോലും മറന്നു പോകുന്ന ആത്മീയതയുടെ സദസ്സുകളിൽ ഏറ്റവും വലിയ ലുബ്ധതയുടെ സമവാക്യമായി മാറുന്നവരോട് ഇനി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കാര്യമാണുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരൊരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരിക്കെ, 1 രൂപ കൊടുത്താൽ 10 രൂപ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പായിട്ടും ആ കച്ചവടത്തിന് മുതിരാത്തവരെ പിന്നെ ഏത് മണ്ടനം ാണ് വിളിക്കുക. എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സമയത്ത് നിങ്ങൾക്ക് 10 സ്വലാത്താണ് തിരിച്ചു കിട്ടുക. സല്ലല്ലാഹു അലൈഹി അശ്റാ. അല്ലാഹു അപ്പോ തന്നെ 10 സ്വലാത്ത് തിരിച്ചു ചൊല്ലുമത്രേ. എന്നിട്ട് നമ്മൾ എന്റെ സൽക്കർമ്മത്തിന്റെ ലാഭേച്ഛകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ ആ സൽക്കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്താ? അതുകൊണ്ട് ഉറക്കെ പറയട്ടെ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു يا سيد السادات جئتك قاصدا أرجو رضاك واهتمي بحماك والله يا خير الخلائق إنني قلبا مشوقا لا يروم سواك.
ഹബീബായ നബി തങ്ങളുടെ ചാരത്തിൽ നിന്ന് നാളെ പരലോകത്തിന്റെ ഹൗദുൽ കൗസറുണ്ട്. പാനം ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിലും ഈ സദസ്സിൽ ഇരുന്നവര് വലിയ ഭാഗ്യവാന്മാരാ. 10 സലാത്ത് നിങ്ങളെ കൊണ്ട് ഞാനും നിങ്ങൾ മടക്കം ചെല്ലുമ്പോ ഇന്ന് 100 സലാത്തല്ലേ നമുക്ക് തിരിച്ചു കിട്ടിയത്. ചൊല്ലിയതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. 100 സലാത്തുകൾ പടച്ചറബ് നമുക്ക് തിരിച്ചു ചെല്ലിയിട്ടുണ്ട് ഈ 10 മിനിറ്റ് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യത്തിന്റെ വിലറിയാൻ കഴിയുന്ന ഒരാണിനോട് പെണ്ണിനോട് ഓർമ്മിപ്പിക്കുകയാ. ഏതും പാതകം ചെയ്തതാണെങ്കിൽ ശിർക്കൊടുക, ഏത് വ്യഭിചരിച്ചവനാകട്ടെ, കള്ളു കുടിച്ചവനാകട്ടെ, മദ്യപിച്ചവനാകട്ടെ, പൈശാചിക ദുർബോധനങ്ങളുടെ അറിയാതെ തെറ്റിലേക്ക് വീണവനാകട്ടെ, ഇവിടെ നിന്നിട്ട് പടച്ചറപ്പിനോടൊന്നും മാനസാന്തരം ഉണ്ടാകുമോ? ഹൃദയത്തിന്റെ ഉള്ളിലൊരു സത്യാസത്യ വ്യവച്ഛേദനത്തിന്റെ ധർമാധർമ്മ വ്യതിരക്തതയുടെ ഒരു വിപ്ലവം നടക്കുമോ? നിങ്ങൾക്കറിയില്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയത് ഒരേ ഒരു പ്രാവശ്യമാണ്. എപ്പോഴെന്നറിയോ? ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല വഹിസിയുടെ ചാട്ടുളി പ്രയോഗമേറ്റിട്ട് നെഞ്ചു തുളച്ചിട്ട് ചാട്ടുളി നെഞ്ചിലൂടെ തുളച്ചു കയറി ഹംസാ റളിയല്ലാഹു തആല രക്തത്തിൽ കുളിച്ചു പിടഞ്ഞു മലന്ന് വീടുമ്പോ ആ ഉഹദിന്റെ രക്തസാക്ഷിയുടെ മാറത്തോട്ട് വൈരാഗ്യത്തോടെ കയറിയിരുന്നു. നെഞ്ചു പിളർന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് രക്തമാറി കുടിച്ച കുടൽമാല പറിച്ചെടുത്തിട്ട് പ്രതികാരത്തിന്റെ വാണ്ട തീർത്ത വഹിച്ചിപ്പിച്ചിന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ മയ്യത്ത് കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ പോലും വാവിട്ട് നിലവിളിച്ചു പോയില്ലേ? ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ വിഗതമാക്കപ്പെട്ട മൃതശരീരത്തിന്റെ നടുവിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ ഹൃദയത്തിന്റെ സങ്കടക്കടലിൽ തിരമാലകൾ പോലെ ആവാഹിച്ചു വരുന്ന കണ്ണുനീരിന്റെ നടുവില് വിലവിട്ടു പോകവേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഹബീബായ നബി തങ്ങളെ കൊന്ന വഹിഷിയുണ്ടല്ലോ, ആ വഹിഷി ഇങ്ങനെ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും അശ്ലീലത്തിന്റെയും അനാവശ്യത്തിന്റെയും അസുരവിത്തിനെ പോലെ നടക്കുമ്പോഴാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലായത്തിറങ്ങുന്നത് വൈബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ് അല്ലാഹുവിന്റെ അടിമകളെന്നായി തിറങ്ങുമ്പോ അല്ലാഹുത്തലാമിനെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ട് പൈശാചികയുടെ മൂർത്തിമൽഭാവമായി മാനസാന്തരമില്ലാതെ വഹിഷി നടക്കവേ അല്ലാഹുവിന്റെ റസൂല് വഹിഷിയോട് പറഞ്ഞില്ല, വിനയങ്ങളെ വഹിഷി അല്ലാഹുവിന്റെ അടിമയായി മാറുക, മാനസാന്തരം വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരിക, അല്ലാഹുവിന്റെ അടിമയായി വിനയത്തോടെ നടക്കുക. അപ്പോഴാണ് വഹിഷി പറഞ്ഞത്, പറഞ്ഞു കൊടുത്ത ആയത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത സഹാബത്തിനോട്, എനിക്ക് വിനയത്തോടെ നടക്കാൻ കഴിയില്ല, എനിക്ക് വിനയത്തോടെ അങ്ങനെ നടക്കാൻ എനിക്ക് ഖുർആൻ പറഞ്ഞതുപോലെ നടക്കില്ല, അതുകൊണ്ട് എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരില്ല. ആ സമയത്താണ് സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആനിൽ അടുത്ത ആയത്തിറങ്ങുന്നത്. നബിയെ വഹിഷിയോട് പറഞ്ഞു കൊടുക്ക്, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. വഹിസിയോട് പറയും നബിയേ, 3 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ പടച്ചറബ് പുറത്തു കൊടുക്കാമെന്ന്. ഒന്ന്, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, പടച്ചറബിനോട് ശിർക്ക് ചേർക്കാൻ പാടില്ല. 2, വലാ യഖ്തുലൂന النفس التي حرم الله إلا بالحق, അന്യായമായിട്ടൊരു മനുഷ്യനെ വധിക്കാൻ പാടില്ല. 3, വലാ വ്യഭിചരിക്കാനും പാടില്ല. സാബത്ത് നിന്നിട്ട് വഹിഷിയോട് ഈ കഥ പറഞ്ഞു കൊടുത്ത് വഹിഷി പറഞ്ഞു, ഇല്ല ഇല്ല, ലാത്തയുടെയും മനാത്തയുടെയും ഉസ്സയെയും ഞാൻ ഉപേക്ഷിക്കാനോ, എനിക്കൊരാളെ കൊല്ലാതിരിക്കാൻ കഴിയില്ല. എന്റെ അരയിൽ ഞാൻ വെച്ചിരിക്കുന്ന ചാട്ടുളിയുടെ അഗ്രഭാഗത്തൊരു മനുഷ്യന്റെ രക്തത്തിന്റെ സ്പർശനമില്ലാതെ എനിക്കൊരു രാത്രി ഉറങ്ങാൻ കഴിയില്ല. എന്റെ കൊലപാതകം ഞാൻ നിർത്തുകയില്ല.
കഴിയില്ല. മോനെ നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ലേ പറഞ്ഞത്? ഒരു പെണ്ണിന്റെ ചൂടും ചൂരും അനുഭവിക്കാതെ രാത്രി എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇസ്ലാമിലേക്ക് വന്നാൽ വ്യഭിചാരം ഉപേക്ഷിക്കണ്ടേ? ഇസ്ലാമിലേക്ക് വന്നാൽ കൊലപാതകം ഉപേക്ഷിക്കണ്ടേ? ഇസ്ലാമിലേക്ക് വന്നാൽ ലാത്തയും മനാത്ത് ഉപേക്ഷിക്കണ്ടേ? ഞാൻ വരില്ലെന്ന് വഹിഷി പറയവേ ആ സമയത്ത് വീണ്ടും ആയത്തിറങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹനെ അനുസരിക്കണമെന്ന് അള്ളാഹ്ക്കത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നീ കള്ളു കുടിക്കുന്നത് റബ്ബിന് ഇഷ്ടമല്ല, നീ വ്യഭിചരിക്കുന്നത് റബ്ബിന് ഇഷ്ടമല്ല, നീ പങ്കു ചേർക്കുന്നത് റബ്ബിന് ഇഷ്ടമല്ല. അവൻ സൃഷ്ടിച്ചു തന്ന, അവൻ ആഹാരം നിന്ന്, അവൻ ഭക്ഷണം നിന്ന്, അവന്റെ അടിമകളെ താന്തോന്നിയായി പിശാചിന്റെ പുറകെ നടക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിന്നെ നരകത്തിലേക്ക് ഇടുന്നത് പോലെ റബ്ബിന് ഇഷ്ടമല്ല. മരുഭൂമിയുടെ പ്രാന്തത്തിലൂടെ നടന്നു പോകവേ ഒരു ഉമ്മയിരുന്ന് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്ന് പൊട്ടിക്കരയുമ്പോ സഹാബത്ത് ചോദിച്ചല്ലോ, എന്തേ ഉമ്മ? മരുഭൂമിയിൽ എന്റെ മകനെ നഷ്ടപ്പെട്ടതോ തൊട്ട് ഞാൻ കരയാന്ന് മറുപടി പറയവേ സഹാബ ആ ഉമ്മയുടെ കുഞ്ഞിനെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞു. കുറെ നിമിഷത്തെ അന്വേഷണ പരതയ്ക്ക് ശേഷം സഹാബത്ത് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോ മരുഭൂമിയുടെ ഏകാന്ത യാത്രയിൽ തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൺമണിയെ തന്റെ കയ്യിൽ കിട്ടുമ്പോ ആ കയ്യിലിരുന്ന കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് സന്തോഷത്തോടെ ആ കുഞ്ഞിന്റെ കവളത്തുമ്മ വെക്കുകയാ. അവന്റെ ചുണ്ടിലുമ്മ വെക്കുന്നു, അവന്റെ മാറിലുമ്മ വെക്കുന്നു. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോട് എവിടെ ഉമ്മ കൊടുക്കണമെന്നറിയാതെ ആ ഉമ്മ ഇങ്ങനെ മാറി മാറി മുത്തം കൊടുക്കവേ ഇത് കണ്ടു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്ര സഹാബാ നഷ്ടപ്പെട്ടു പോയി കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തോട് വാരി പിടിച്ചിട്ട് മുത്തം കൊടുക്കുന്ന ഈ ഉമ്മയോട് ഈ കുഞ്ഞിനെ ഒന്ന് തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ ഉമ്മ വലിച്ചെറിയുമോ സഹാബാ? അങ്ങനെ ഒരു എത്ര നിർബന്ധിക്കപ്പെട്ടാൽ തന്നെ എത്ര സങ്കടത്തോടെയായിരിക്കും ഇത്ര സ്നേഹിക്കുന്ന മോനെ ഉമ്മ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുക? സഹാബത്ത് പറഞ്ഞാതെ റസൂലല്ലാഹ് ഇത്രയേറെ സ്നേഹിക്കുന്ന മോനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ നിർബന്ധിക്കപ്പെട്ടാൽ ആ ഉമ്മ എത്ര മനസ്സിന് നൊന്തിട്ടാണ് ഇത് ചെയ്യുക? ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്ക് ചേലക്കരയിൽ എന്നെ കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബാ അല്ലാഹുവും ഇതേപോലെയാണ് അവന്റെ അടിമകളെ നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അല്ലാഹുവിന് എത്രത്തോളം സങ്കടമുണ്ടെന്ന് നിങ്ങൾക്കറിയോ സഹാബാ? നിങ്ങളുടെ പടച്ചറപ്പിനെ നിങ്ങളെ നരകത്തിലെറിയുന്നത് ഇഷ്ടമല്ല, പടച്ചറപ്പിന് നിങ്ങളെ നരകത്തിലെറിയുന്നത് ഇഷ്ടമല്ല. അങ്ങനെ അനിവാര്യമായിട്ട് നരകത്തിലേക്ക് വിടേണ്ടി വന്നാൽ അത് റബ്ബിന് എത്രത്തോളം വിഷമമാണെന്നറിയോ സഹാബാ? ഇതല്ലേ പടച്ചറപ്പ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യം. എന്നിട്ടും മാനസാന്തരത്തിന്റെ മാതൃക നമുക്കില്ലാതെ പോയരണ്ടാ. വഹിച്ചിട്ടമ്മാടിയായിട്ട് നടക്കുമ്പോ എനിക്ക് വ്യഭിചരിക്കാതിരിക്കാൻ കഴിയില്ല, എനിക്ക് ഞാൻ വ്യഭിചരിച്ചവനാണ്, ഞാൻ കൊലപാതകം ചെയ്തവനാണ്. ഉടനെ ആയത്തിറങ്ങി വഹിഷി അത്രയൊക്കെ നീ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടില്ലെങ്കിൽ إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات. ആത്മാർത്ഥമായിട്ട് മനസ്സിന് പശ്ചാത്തപിച്ചിട്ട് തൗബ ചെയ്താൽ നീ ചെയ്ത പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും വഹിഷി. എന്നിട്ട് പിന്നീട് നീ സൽക്കർമ്മങ്ങൾ ചെയ്താൽ മതി. ഈ ആയത്ത് പോയി വഹിഷിയോട് ഓതിക്കെടുക്കവേ വഹിഷി പറഞ്ഞു, ഇല്ല ഇല്ല, പശ്ചാത്തപിച്ചാലും ആ പശ്ചാത്താപം കഴിഞ്ഞിട്ട് പിന്നെ സൽക്കർമ്മം ചെയ്യണ്ടേ? എനിക്കെങ്ങനെ സൽക്കർമ്മം ചെയ്യാനെന്ന് മനസ്സില്ല, ഞാൻ മക്കയിലെ തെമ്മാടിയാ. വഹിഷി പറഞ്ഞില്ല, എന്നാലും തൗബ ചെയ്ത് കഴിഞ്ഞ് സൽക്കർമ്മം ചെയ്യണ്ടേ? സൽക്കർമ്മം ചെയ്യാൻ എനിക്ക് പറ്റും. നിങ്ങൾ ചിന്തിക്ക്, ഇത് ഖുർആനാണ്. സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാന്റെ 4 ആയത്ത് എന്നിട്ടിറങ്ങിയത് ഈ തെമ്മാടിയുടെ കാര്യം പറയാൻ. ഖുർആൻ ഇറങ്ങിയത് ശാസ്ത്രം പറയാൻ മാത്രമല്ല, ഖുർആന്റെ 4 ആയത്ത് ഇറങ്ങിയത് ഈ തെമ്മാടിയുടെ മനസ്സിന് മാനസാന്തരം ഉണ്ടാക്കി കൊടുക്കാൻ. വഹിഷി പറഞ്ഞു, ഇല്ല, എനിക്ക് തൗബ ചെയ്താലും സൽക്കർമ്മം ചെയ്യാൻ മനസ്സില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് വ്യഭിചരിക്കാതെ രാത്രി കിടക്കാൻ പറ്റില്ല, എനിക്ക്
കള്ളു കുടിക്കാതെ കിടന്നാൽ ഉറക്കം വരില്ല. എനിക്ക് ഏതെങ്കിലും ഒരുത്തന്റെ പള്ളയിൽ പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റിയില്ലെങ്കിൽ, അന്നെന്റെ ചാട്ടുകളുടെ അഗ്രഭാഗത്തൊരു മനുഷ്യന്റെ രക്തത്തിന്റെ സ്പർശനം ഉണ്ടായില്ലെങ്കിൽ അന്നെന്റെ ജീവിതത്തിൽ ത്രില്ലുണ്ടാവില്ല. പിന്മാറി. അത്രയേറെ ആയത്തുകൾ ഇറങ്ങിയിട്ടും കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുത്തിട്ടും ആഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് വരാതിരുന്നപ്പോഴാ ഏറ്റവും അവസാനം 4-ാമത്തെ ആയത്തിറങ്ങിയത്. ഖുൽ യാ ഇബാദിയല്ലദീന സറഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കുല്ലോ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തുകളോട് തിന്മകൾ കൊണ്ട് അക്രമം കാണിച്ചവരോട് അവരോട് പറയ് നബിയേ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അവരുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയ് നബിയേ. ഈ ആയത്തോതി സഹാബത്ത് പറഞ്ഞു കൊടുക്കവേ വഹ്ശി എന്ന തെമ്മാടിയുടെ ഹൃദയം ഇളകാൻ തുടങ്ങി. ഇത്രയേറെ പ്രാവശ്യവും പടച്ചറപ്പിന്റെ മാർഗത്തിലേക്ക് വിളിച്ചിട്ട് അവിടേക്ക് പോകാതെ തിരിച്ചു നടക്കുമ്പോഴും വീണ്ടും എന്റെ അല്ലാഹ് കാരുണ്യത്തിന്റെ കവാടം തുറന്നിട്ട് എന്നെ മാനസാന്തരത്തിന് വിളിക്കുകയാണല്ലോ. ഹൃദയത്തിന് മാനസാന്തരമുണ്ടായി. നേരെ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നബിയേ, അത്തൈതു ഇലൈക യാ ഖൈറൽ ബരിയാ ബിതഹ്ഖീഖി വഇഖ്ലാസി വനിയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് മുസ്ലിമായത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് മുസ്ലിമായി പിന്നെ മരിക്കുന്നത് വരെ ഏത് സമയത്തും വഹ്ശി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു അത്രേ, ഖതൽതു ഖൈറൽ ബരിയാ. മുസ്ലിമായ വഹ്ശി റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ സഹാബത്ത് മുഴുവനെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്യവേ, തന്റെ കയ്യിൽ പിടിച്ചിട്ട് സഹാബത്ത് മുസാഫഹത്ത് ചെയ്യവേ വഹ്ശി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞിട്ട് പറയുമായിരുന്നു അത്രേ, നിങ്ങൾ എന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചു മുസാഫഹത്ത് ചെയ്യുന്നുവോ, ഈ വഹ്ശിയുടെ കയ്യേടെന്നറിയോ, ഖതൽതു ഖൈറൽ ബരിയാ. ഇത് ഏറ്റവും നല്ലൊരു മനുഷ്യനെ കൊന്ന കയ്യാ. എന്റെ ഹംസാ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന കയ്യാണ് വഹ്ശിയുടെ കയ്യ്. ഈ കയ്യിലാണല്ലോ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കൈ ചേർത്ത് പിടിക്കുന്നതെന്ന് സഹാബത്തിനോട് പൊട്ടിക്കരഞ്ഞ് പറയുമായിരുന്നു വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഈ മനുഷ്യൻ? അല്ലാഹുവിന്റെ റസൂലിനെ വാവിട്ട് നിലവിളിപ്പിച്ച ആൾ. സഹാബത്ത് കയ്യിൽ പിടിക്കവേ ആ സമയത്ത് പറയും, ഖതൽതു ഖൈറൽ ബരിയ, ഈ കൈ കൊണ്ട് ഞാൻ ഹംസ റളിയല്ലാഹു തആല കൊന്നതാണ്. ആ കൊന്ന രക്തം പറ്റിയ കയ്യിൽ ഇന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മുത്തം തരുന്നുവല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമായിരുന്നു. മരിക്കുന്ന സമയത്തും അവസാന സമയം കലിമ പറയുന്നതിന് മുമ്പ്, അല്ലാഹുവേ ഖതൽതു ഖൈറൽ ബരിയ, ലോകത്തിൽ നിന്ന് നിലനിൽക്കേണ്ട ഒരു നല്ല മനുഷ്യനെ കൊന്നിട്ടാണ് വഹ്ശി വരുന്നത്, വഹ്ശിയെ നീ നരകത്തിൽ എറിയല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണ് വഹ്ശി റളിയല്ലാഹു തആല അൻഹുവിന് അന്ത്യം സംഭവിച്ചത്. ചെയ്തു പോയ പാപത്തെ ഓർത്തിട്ട് കരയാൻ. അതാണ് മാനസാന്തരം.